നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബി.ജെ.പി. കേരളത്തിൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവി താൻ രാജിവെക്കുന്നുവെന്ന് കെ. സുരേന്ദ്രൻ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് താൻ രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ കേന്ദ്ര നേതാക്കൾ ഇടപെട്ട് തൽക്കാലം രാജി വേണ്ട എന്ന് തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് കെ. സുരേന്ദ്രൻ പറയുന്നത്. സുരേന്ദ്രൻ്റേത് ഒരു രാജ്യനാടകം മാത്രമെന്ന് മറുവിഭാഗം ആരോപണമുന്നയിച്ചു. പരസ്പരം ചെളിവാരിയെറിയുകയാണ് ഇപ്പോൾ നേതാക്കൾ. ബി.ജെ.പി. നേതാക്കൾ തീക്കണ്ടൊരുക്കി അതിലേക്ക് കെ. സുരേന്ദ്രനെ വലിച്ചെറിയുന്ന കാഴ്ചയാണ് മറുവശത്ത്. നാളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നു. ശോഭാ സുരേന്ദ്രനെതിരെ ഗൗരവമേറിയ ആരോപണങ്ങൾ തൊടുത്തുകൊണ്ടാണ് തന്റെ രാജിപ്രഖ്യാപനം കെ. സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് പാലക്കാട് ബി.ജെ.പിയെ അട്ടിമറിച്ചു എന്ന ഗുരുതര ആരോപണം കെ. സുരേന്ദ്രൻ ഉയർത്തിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വൻതോതിൽ വോട്ടുമറിച്ചു. കച്ചവടക്കാർക്കുള്ള യൂസർ ഫീ 300 രൂപയിൽ നിന്ന് 100 രൂപയായി കുറയ്ക്കണം എന്ന നിർദ്ദേശം നഗരസഭ തള്ളിക്കളഞ്ഞു. സ്മിതേഷ്, മീനാക്ഷി, ദിവ്യ, സാബു തുടങ്ങിയ നഗരസഭാ കൗൺസിലർമാർ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തി. അടിയന്തരമായി സഹപ്രഭാരിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് എന്ന A+ മണ്ഡലത്തിലെ കനത്ത പരാജയത്തിന്റെ പേരിൽ ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ കെ. സുരേന്ദ്രന് നേർക്ക് വിരൽ ചൂണ്ടുന്നു. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കെ. സുരേന്ദ്രന് തന്നെ. സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാ കാര്യങ്ങളിലും സുരേന്ദ്രൻ ഏകപക്ഷീയമായി പെരുമാറി. എന്നാൽ പാർട്ടിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വി. മുരളീധരൻ കെ. സുരേന്ദ്രനെ കൈയൊഴിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുന്നിൽ. പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ വി. മുരളീധരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം തനിക്ക് ചുമതല മഹാരാഷ്ട്രയിലായിരുന്നു. കേരളത്തിലെ പാലക്കാട് എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനോട് ചോദിക്കണമെന്നാണ് വി. മുരളീധരൻ പറഞ്ഞത്. വി. മുരളീധരൻ കൂടി കൈയൊഴിഞ്ഞതോടെ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഇപ്പോൾ കെ. സുരേന്ദ്രൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെയാണ് കെ. സുരേന്ദ്രൻ ഏറെ പിഴച്ചത്. പാലക്കാട് സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാറിനെ കുറിച്ച് ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പാൽ സൊസൈറ്റി, PTI പ്രസിഡന്റ് തുടങ്ങി ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയാലും അതിലേക്ക് ചാടി വീഴുന്ന സ്വഭാവമാണ് സി. കൃഷ്ണകുമാറിൻ്റേത്. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിമോൾ ബി.ജെ.പി. പ്രവർത്തകരെ വെറുപ്പിച്ചു. മിനിമോളുടെ അധിക പ്രസംഗം തന്നെയാണ് പാലക്കാട് ബി.ജെ.പിയെ ഇത്രയധികം പ്രതിരോധത്തിലാഴ്ത്തിയത് എന്ന് മറുവിഭാഗം പറയുന്നു. ശക്തമായ വിമർശനങ്ങളാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സംസ്ഥാന വക്താവ് സന്ദീപ് ബജസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചത് സംസ്ഥാന അധ്യക്ഷന് നേർക്കുള്ള വിരൽ ചൂണ്ടൽ തന്നെ. സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നേരിട്ടുള്ള പ്രചരണങ്ങളാണ് പാലക്കാട് നടന്നത്. വലിയ തോതിൽ വോട്ടുചോർച്ചയുണ്ടായി എന്ന് സന്ദീപ് ബജസ്പതി തുറന്നടിച്ചു. ബി. ഗോപാലകൃഷ്ണനും പൂർണ്ണമായി സംസ്ഥാന അധ്യക്ഷനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പാർട്ടിയിലെ ഉന്നത നേതാവായ ശിവരാജൻ രൂക്ഷമായ വിമർശനങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ മുഴക്കിയിരിക്കുന്നത്. തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഏറെ മുന്നോട്ടു പോകാൻ കെ. സുരേന്ദ്രന് കഴിയില്ല എന്ന് വ്യക്തമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ബി.ജെ.പി. നേതൃയോഗം നാളെ ചേരാനിരിക്കവെയാണ് അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ. എറണാകുളത്താണ് യോഗം ചേരുന്നത്. പാലക്കാട് നഗരസഭയിൽ ഭരണമുണ്ടായിട്ടും പരാജയത്തിന്റെ കാരണങ്ങൾ പ്രത്യേകമായി അന്വേഷിക്കണം. പാലക്കാട് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹത്തിന്റെ പക്ഷത്തിന് കഴിയുന്നില്ല. സുരേന്ദ്രൻ പക്ഷം പൊട്ടിച്ചിതറി നിൽക്കുന്ന കാഴ്ച മറുവശത്ത്. പാലക്കാട് നഗരസഭയിൽ പോലും ബി.ജെ.പി. 4500-ലേറെ വോട്ടുകളുടെ പിന്നോക്കം പോകൽ. ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ബി.ജെ.പി. പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുന്നു. ഇതുവരെ ബി.ജെ.പിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നത് ചില വിമർശനങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം തികച്ചും ഏകപക്ഷീയമായിരുന്നു. വി. മുരളീധരനുമായി പോലും കൂടിയാലോചനകൾ കെ. സുരേന്ദ്രൻ നടത്തിയില്ല. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനോ കെ. സുരേന്ദ്രനോ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു. അതിനെ പൂർണ്ണമായും സുരേന്ദ്രൻ അവഗണിച്ചു. തനിക്ക് ശേഷം പ്രളയമെന്നാണ് സുരേന്ദ്രൻ കരുതുന്നത്.
ഇപ്പോഴിതാ ശോഭാ സുരേന്ദ്രനെതിരെ വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണ് സുരേന്ദ്രൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും മറുപക്ഷം പറയുന്നു. സുരേന്ദ്രൻ സ്ഥാനമൊഴിയുമ്പോൾ കേരളത്തിന്റെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ പരിഗണിക്കുക ശോഭാ സുരേന്ദ്രനെ തന്നെയാവും. ആ സാധ്യത പൂർണ്ണമായി വെട്ടിയിടുകയാണ് ഈ ആരോപണങ്ങളിലൂടെ സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത്. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരുകളും തന്നെയാണ് വോട്ടു ചോർച്ചയ്ക്ക് കാരണമായത് എന്ന് പാർട്ടി അണികൾ ഉറപ്പിച്ചു പറയുന്നു. കെ സുരേന്ദ്രൻ പാലക്കാട് തങ്ങി പ്രചരണത്തിന് നേതൃത്വം നൽകി പ്രചരണം നയിച്ചതെല്ലാം സുരേന്ദ്രനൊപ്പമുള്ള നേതാക്കൾ. മറ്റ് നേതാക്കളെ പാർട്ടി ആശ്രയിച്ചതേയില്ല. ശോഭാ സുരേന്ദ്രനും ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പാലക്കാട് എത്തിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് തന്ത്രം പൂർണ്ണമായി പാളിയപ്പോൾ മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിച്ച് പാലക്കാട്ടേക്ക് നേതാക്കൾ കൊണ്ടുവന്നത്. 52 വാർഡിൽ 28 ഇടങ്ങളിൽ ജയിച്ച് ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ 4590 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത്. ഇത് BJPയെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ഒരു പാർട്ടി വിറയ്ക്കുകയാണ് കേരളത്തിൽ. 2026 ഭരണം പിടിക്കും എന്ന് മുദ്രാവാക്യമുയർത്തിയ BJPയാണ് ഇപ്പോൾ പാലക്കാട് നിലത്തു വീണ് കിടന്ന് ഉരുളുന്നത്. സംസ്ഥാന തലത്തിൽ മാത്രമല്ല, പാലക്കാട് ജില്ലാതല നേതൃത്വത്തിലും ഇപ്പോൾ പൊട്ടിത്തെറികൾ ദൃശ്യമാണ്. സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാനാകില്ല എന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു. C കൃഷ്ണകുമാറിനെതിരെ എതിർപ്പുയർന്നപ്പോൾ നേതൃത്വം പരിഗണിക്കണമായിരുന്നു. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പരിഗണിച്ചില്ല. അത് വലിയ തിരിച്ചടിയായി. ജില്ലാ നേതൃത്വം പരാജയമാണ് എന്ന് പറഞ്ഞ സുരേന്ദ്രൻ തരൂർ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ പ്രചരണത്തിൽ സജീവമായില്ല എന്നും കുറ്റപ്പെടുത്തി. BJPയുടെ അടിസ്ഥാന വോട്ടുകൾ തന്നെയാണ് പാലക്കാട് നഷ്ടമായത് എന്ന് അദ്ദേഹം പറയുന്നു. തൃശൂരിന് പിന്നാലെ താമല വിരിയുന്നത് പാലക്കാട്. 3ാം സ്ഥാനത്ത് UDF എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്നാൽ BJPയുടെ ഗോൾഡൻ A+ മണ്ഡലത്തിൽ എല്ലാ കണക്കുകളും പൊളിഞ്ഞടുങ്ങി. സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കി ആ മണ്ഡലം തുലച്ചടുക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ചെയ്തത് എന്ന ആരോപണം പാർട്ടിയിൽ ശക്തമാകുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഇപ്പോൾ എതിർപ്പുകൾ ഉയരുന്നത്. ഈ സുനാമി അതിജീവിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് കഴിയില്ല എന്ന് ഭൂരിപക്ഷവും പറയുന്നു. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടിട്ട് പോലും അമിത ആത്മവിശ്വാസമാണ് പാർട്ടി നേതൃത്വം പുലർത്തിയത്. സന്ദീപ് വാര്യർ ഒരു ചീളുകേസാണ് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു സുരേന്ദ്രൻ. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപുമാർ വരുമെന്ന അഹങ്കാരമായിരുന്നു സംസ്ഥാന അധ്യക്ഷനെന്ന് പാർട്ടി അണികൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. പാലക്കാട് വോട്ട് കുറഞ്ഞത് ഗൗരവതരമെന്നാണ് ഇപ്പോൾ പാർട്ടിയിലെ നേതാക്കളുടെ വിലയിരുത്തൽ. ഇനിയും ഈ രീതിയിൽ BJP പാർട്ടി മുന്നോട്ട് പോയാൽ എന്നേക്കുമായി കേരളത്തിൽ ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തും. സംസ്ഥാന നേതൃത്വം മാറേണ്ടതുണ്ട്. മോദിയും അമിത്ഷായും ഒക്കെ ചേർന്ന് ഇന്ത്യയിൽ BJPക്ക് വലിയ മുന്നേറ്റം ഒരുക്കിയപ്പോൾ എന്തുകൊണ്ട് കേരളം പിന്നോട്ട് പോയി എന്ന ചോദ്യമാണ് പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോൾ ശക്തമാകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാരണം നഗരസഭാ ഭരണമെന്ന് BJP വിലയിരുത്തൽ ശക്തമാണ്. നഗരസഭ വൈസ് ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും ഒക്കെ നിലപാടുകൾ വോട്ട് കുറയാൻ കാരണമായി. പാലക്കാട് നഗരസഭയിൽ BJPക്കെതിരെ ജനവികാരം ഇപ്പോൾ ശക്തമാണ്. C കൃഷ്ണകുമാർ തന്റെ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം N ശിവരാജൻ തോൽവിക്ക് ശേഷം പരസ്യമായി ആവശ്യപ്പെട്ടു. സ്റ്റേജിലല്ല, അടിത്തട്ടിലാണ് പ്രവർത്തിക്കേണ്ടത്. അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. കൺവെൻഷനു ശേഷം തന്നെ ഒരു യോഗത്തിൽ പോലും വിളിച്ചിട്ടില്ല. പുറത്തുനിന്ന് വന്ന നേതാക്കൾക്ക് പ്രാദേശിക പ്രശ്നങ്ങളൊന്നും മനസ്സിലായില്ല എന്ന് ശിവരാജൻ തുറന്നടിക്കുന്നു. പാലക്കാട് BJPയുടെ തലപ്പത്ത് മാറ്റങ്ങൾ വേണമെന്നാണ് ശിവരാജൻ ശക്തമായി ആവശ്യപ്പെടുന്നത്. അടിമുടി പരിഷ്കരിച്ചില്ല എങ്കിൽ ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലും. ശക്തമായ വിമർശനങ്ങൾക്ക് നടുവിൽ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് കെ സുരേന്ദ്രൻ. PK കൃഷ്ണദാസ് പക്ഷമടക്കം സുരേന്ദ്രനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മുൻപ് സുരേന്ദ്രനോട് ചായ്വ് കാട്ടിയിരുന്ന PK കൃഷ്ണദാസ് പക്ഷവും ഇപ്പോൾ പാർട്ടിയിൽ വിമത ശബ്ദം ഉയർത്തിക്കഴിഞ്ഞു. സുരേന്ദ്രന്റെ നില തീർത്തും പരിങ്ങലിൽ. ഒറ്റപ്പെടലിന്റെ ഏറ്റവും വലിയ തുരുത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ കൈകാലിട്ടടിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.